ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2019 പുറത്തിറങ്ങിയ കുൽക്കർണി ചൗത്കത്ല ദേശ്പാണ്ഡെ എന്ന മറാത്തി സിനിമയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയെ കാണിക്കുന്നു. അവരുടെ പേര് ജയ എന്നാണ്. അവരിപ്പോൾ വിവാഹമോചിതയാണ്. ഒരു ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത്. എപ്പോഴും ഭർത്താവിനൊപ്പം ഒരേ ബെഡിൽ ഉറക്കമുണർന്നിരുന്ന അവർ കുറച്ച് വർഷങ്ങളായി ഒറ്റയ്ക്കാണ് ഉറക്കമുണരുന്നത്. എന്നാൽ അവർക്കുള്ളിൽ ഒരു വലിയ ആഗ്രഹമുണ്ട്. ഇതേ ബെഡിൽ തനിക്കൊരു കൂട്ടിനായി ഒരു പുരുഷൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് ഇടയ്ക്കിടെ അവർ ചിന്തിക്കാറുണ്ട്. നായിക ജയയ്ക്ക് സ്വന്തം ശരീരത്തിൽ വലിയ ശ്രദ്ധയാണ്. എപ്പോഴും ഫിറ്റ് ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏകദേശം അവർക്കിപ്പോൾ 40 വയസ്സായെങ്കിലും കണ്ടാൽ 30 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ പോലെ തോന്നും. അവിടെയുള്ള ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിലാണ് അവർ ജോലി ചെയ്യുന്നത്. കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്. നായികയുടെ വീട്ടിൽ ഒരു വേലക്കാരിയുണ്ട്. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു മുറിവ് നായിക കാണുന്നു. ഇവർക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ഇന്നും നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിച്ചോ? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ? നീ സ്വന്തമായ ഒരു ജീവിതം തുടങ്ങ്, അതിനല്ല നീ ഇങ്ങനെ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് എന്ന് ജയ ദേഷ്യപ്പെടുന്നു. എന്നാൽ ആ വേലക്കാരി, എന്റെ ജീവിതം ഇങ്ങനെ പോവാനാണ് വിധി, എനിക്ക് അവനെ വിട്ടു പിരിയാനും കഴിയില്ല, കൂടെ ജീവിക്കാനും കഴിയില്ല, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് കരയുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ നായികയ്ക്ക് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഒരു ഫോൺ വരുന്നത്. അതെ, വിവാഹമോചിതയായതിനു ശേഷം സതീഷ് എന്നൊരാളുമായി ജയ പ്രണയത്തിലാണ്. അയാളും പറയുന്നുണ്ട്, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കാം, എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വാ. ഇപ്പോൾ നായികയും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി മേക്കപ്പ് ഒക്കെ ഇട്ട് സ്വന്തം കാർ എടുത്ത് വളരെ ആവേശത്തോടെ സതീഷിന്റെ വീട്ടിലെത്തുന്നു. ഇതാണ് സതീഷ്. ഇതാണ് നമ്മുടെ സിനിമയിലെ നായകൻ. വളരെ നല്ലവനാണ്. എപ്പോഴും ജിമ്മിൽ പോയി ശരീരം നല്ല ഫിറ്റായി വെച്ചിട്ടുണ്ടാവും. സതീഷിനെ കാണുന്ന നായിക ചോദിക്കുകയാണ്, എന്താ സതീഷ് വീടിനുള്ളിൽ ജീൻസൊക്കെ ഇട്ട് നിൽക്കുന്നത്? നിന്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എൻ്റെ മകനെ അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചു എന്ന് സതീഷ് പറയുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് സതീഷും വിവാഹിതനായിരുന്നു എന്ന്. ഡിവോഴ്സായി ഇപ്പോൾ മകനോടൊപ്പമാണ് കഴിയുന്നതെന്ന്. നായികയും അവിടെ നാണത്തോടെ, ശരി, എന്തിനാ നിന്റെ മകനെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അയച്ചത്, എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, വേറെ എന്തിനാ, നമുക്ക് ഒന്നിച്ച് സമയം ചെലവഴിക്കാനല്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നായികയ്ക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. സതീഷ്, നമ്മൾ ഇത്രയും നാൾ പ്രണയിച്ച് ഇങ്ങനെ ഒന്നിച്ച് നടന്നൊക്കെ മതി, നമുക്ക് രണ്ടുപേർക്കും എത്രയും വേഗം വിവാഹം കഴിക്കണം. പക്ഷെ വിവാഹത്തിന് മുൻപ് എൻ്റെ മകനും നിന്റെ മകനും തമ്മിൽ നല്ലൊരു ധാരണ ഉണ്ടാവണം. അവരൊരു ചേട്ടാനിയന്മാരെ പോലെ ആവണം. നമ്മളൊരു കുടുംബമാവുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. എന്താ ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. സതീഷും പറയുന്നുണ്ട്, അതെ, അതിന് എൻ്റെ കയ്യിലൊരു സൂപ്പർ പ്ലാൻ ഉണ്ട്. നമുക്കൊരു 10 ദിവസത്തെ ട്രിപ്പ് പോവാം. നോർത്ത് ഇന്ത്യയിലുള്ള ഷിംലയിലോ മണാലിയിലോ ലേ ലഡാക്കിലോ പോവാം. രണ്ടുപേരുടെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോവാം. അങ്ങനെ നമ്മളൊരു കുടുംബമാണെന്ന് അവരെ മനസ്സിലാക്കിക്കാം. അവരൊരുമിച്ച് കളിച്ചു വളർന്ന് നമ്മളെയും അംഗീകരിക്കട്ടെ. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ച് ഒരൊറ്റ കുടുംബമായി മക്കളെ വളർത്താം എന്നവിടെ ഒരു പ്ലാൻ പറയുമ്പോൾ നായികയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അതെ, നായികയ്ക്കൊരു മകനുണ്ട്. ആ മകന്റെ പേരാണ് രോഹൻ ദേശ്പാണ്ഡെ. ഇപ്പോൾ കട്ട് ചെയ്താൽ നമ്മുടെ നായിക തന്റെ അമ്മയെ കാണാൻ വരികയാണ്. അച്ഛൻ മരിച്ചു പോയതിനാൽ അമ്മ മാത്രമേ ഉള്ളൂ. ഇവരെന്ത് തീരുമാനം എടുത്താലും അമ്മയോട് പറഞ്ഞിട്ടേ എടുക്കൂ. അമ്മയെ കുറെ നാളായി അമ്മയോട് പറയണമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ആ സതീഷിനെ അറിയില്ലേ? അതെ, ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടെ രണ്ടുപേരും പുറത്തു പോവാറില്ലേ? എന്താ കാര്യം? കാര്യമൊന്നും വലുതായിട്ടില്ല. ഞാനും അവനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും മക്കളെ വളർത്താൻ പോവാണ്. ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അപ്പോഴേ കരുതിയതാണ്, പുതുതായി എന്തെങ്കിലും പറ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അപ്പോഴാണ് നായിക വിവാഹത്തിന് മുൻപ് കുട്ടികളെയും കൂട്ടി 10 ദിവസത്തെ ട്രിപ്പ് പോകുന്ന കാര്യം പറയുന്നത്. അത് നായികയുടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും നടക്കില്ല, നീ ഇങ്ങനെ പോകരുത്, വിവാഹം കഴിഞ്ഞിട്ട് വേണം പൊക്കോ എന്ന് പറയുമ്പോൾ, അതെ, എനിക്ക് 40 വയസ്സാകാറായി, മകൻ അവിടെ സ്കൂളിൽ പഠിക്കുകയാണ്. ഈ പ്രായത്തിലും ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അമ്മയോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെ സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ കട്ട് ചെയ്താൽ മകൻ പഠിക്കുന്ന സ്കൂളിലേക്ക് നായിക വരികയാണ്. നായികയുടെ മകൻ സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് ഒന്നാമനായി വരും. അതുകൂടാതെ ആ സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്നാണ് അവൻ പഠിക്കുന്നത്. ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്ന് പോകാറുള്ളൂ. ഇപ്പോൾ അവനെ കൺവിൻസ് ചെയ്ത് നമ്മൾ രണ്ടുപേരും ഒരു ട്രിപ്പ് പോകാൻ പോവാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാനാണ് നായിക വന്നിരിക്കുന്നത്. അങ്ങനെ നേരെ പ്രിൻസിപ്പൽ മാഡത്തിനെ കണ്ട്, എൻ്റെ മകനൊരു 10 ദിവസത്തെ ലീവ് വേണം, ഞങ്ങൾ ഫാമിലിയായി ഒരു ട്രിപ്പ് പോകാൻ പോവാണ്, സത്യത്തിൽ എൻ്റെ ബോയ് ഫ്രണ്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് സത്യങ്ങളെല്ലാം പറയുന്നു. നല്ല വിദ്യാർത്ഥി ആയതിനാലും സ്പോർട്സിലൊക്കെ ഒന്നാമനായതിനാലും ഈ ലീവ് തരുന്നു, സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവർ ലീവ് നൽകുന്നു. ഇപ്പോൾ നായിക തന്റെ മകനെ ആ സ്കൂളിൽ നിന്ന് തങ്ങളുടെ വീട്ടിലേക്ക് മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. സ്കൂൾ കുറച്ച് ദൂരെ ആയതിനാൽ ഒരു ട്രെയിനിലാണ് ഇവർ വരുന്നത്. അപ്പോഴാണ് മകനോട്, എടാ രോഹൻ, നമ്മൾ രണ്ടുപേരും ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പൊ ശരി, അച്ഛനും വരുമോ? അച്ഛനും വരും, പക്ഷെ ഇത് പുതിയ അച്ഛനാണ്. പുതിയ അച്ഛനോ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മുടെ അച്ഛൻ ദേശ്പാണ്ഡെ വരുന്നില്ലേ? എനിക്കും അയാൾക്കും ശരിയാകാത്തത് കൊണ്ട് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തല്ലോ. അതുകൊണ്ട് എന്നെ ഉൾപ്പെടുത്തിയ അയാളെ കുറിച്ച് സംസാരിക്കരുത്. അതുപോലെ നിനക്കിനി 2 അച്ഛന്മാരാണുള്ളത്. ഒന്ന് ദേശ്പാണ്ഡെ, മറ്റൊന്ന് ഈ പുതുതായിട്ടുള്ള സതീഷ് എന്ന് നായിക പറയുമ്പോൾ ആ ചെറിയ കുട്ടിയുടെ മുഖം മാറുന്നു.
അപ്പോഴാണ് ആ ചെറിയ കുട്ടിയുടെ അച്ഛൻ ദേശ്പാണ്ഡെ ആരാണെന്ന് കാണിക്കുന്നത്. ഇതാ കണ്ടോ, ഇയാളാണ് ദേശ്പാണ്ഡെ. ഇയാൾ ഭയങ്കര അലസനാണ്. അതുപോലെ യുവതികളെ കണ്ടാൽ വളരെ വഴിവിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇപ്പൊ പോലും ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതായും ആ പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായും അങ്ങനെ ആ വീട്ടിൽ അവളോടൊപ്പം ഇയാൾ സമയം ചെലവഴിക്കുന്നതായൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ് ദേശ്പാണ്ഡെ. ഇവിടെ നായിക മുംബൈയിൽ വന്ന് മകനോടൊപ്പം സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് വരുന്നു. നായികയുടെ മകൻ അമ്മൂമ്മയെ കണ്ടതും വളരെ സന്തോഷവാനാവാണ്. അമ്മൂമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അമ്മൂമ്മയും അവന് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നത് നായിക അസൂയോടെ നോക്കുന്നു. അപ്പോഴാണ് അമ്മയോട്, എനിക്ക് അമ്മയെ കാണുമ്പോൾ കുറച്ച് അസൂയ തോന്നുന്നു അമ്മേ, കാരണം അമ്മയോട് രോഹൻ ഇടപഴകുന്ന പോലെ എന്നോട് ഒട്ടും ഇടപഴകുന്നില്ല എന്ന് വിഷമത്തോടെ പറയുന്നു. ഇപ്പോൾ അടുത്ത ദിവസം നായിക സ്വന്തം മകനെയും കൂട്ടി സതീഷിന്റെ അടുത്തേക്ക് പോകുന്നു. അവരുടെ ട്രിപ്പ് തുടങ്ങുകയാണ്. അങ്ങനെ സതീഷിന്റെ അപ്പാർട്ട്മെന്റിലെത്തുമ്പോൾ അവിടെ സതീഷിന്റെ മകനാണ് വാതിൽ തുറക്കുന്നത്. ഹായ്ഡാ, ഇവനാണ് രോഹൻ, എന്റെ മകൻ. ഇനി മുതൽ ഇവനാണ് നിന്റെ അനിയൻ എന്ന് പറയുമ്പോൾ സതീഷിന്റെ മകൻ പേടിച്ചോടുകയാണ്. ഇപ്പോൾ സതീഷും സ്വന്തം മകനെ വിളിച്ചിട്ട്, മോനെ ഈ രോഹനോടൊപ്പം കളിക്ക്, ഇവൻ നിന്റെ അനിയനെ പോലെയാണ്, നിന്റെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിന്റെ ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുക്ക് എന്ന് പറയുമ്പോൾ ആ കുട്ടിയും രോഹനെ അവന്റെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ രണ്ടു കുട്ടികളും അവിടെ ടോയ്സ് വെച്ച് കളിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു വശത്ത് ഇവർക്ക് സമാധാനമാവുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ തുടക്കത്തിൽ ഇവർ രണ്ടുപേരും അടുത്തു. ഇനി വളരെ സന്തോഷത്തോടെ ഈ ട്രിപ്പിന് പോവാം, അവിടെ പോയാൽ ഇവർ കുറച്ചുകൂടി നന്നായി അടുക്കും എന്ന് വിചാരിച്ച് അവർ സന്തോഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു മലയോര പ്രദേശത്തേക്ക് ഇവർ ഫാമിലിയായി പോകുന്നത്. അവിടെയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 2 റൂമുകൾ എടുക്കുന്നു. ഒരു റൂമിൽ നമ്മുടെ നായകനും നായികയും, മറ്റേ റൂമിൽ ഈ 2 ചെറിയ കുട്ടികളും ഉണ്ട്. കുട്ടികളുടെ റൂമിൽ 2 ബെഡുകളുണ്ട്, അതായത് മുകളിലും താഴെയുമായി. ഈ നായകന്റെ മകൻ കുറച്ച് പണക്കാരനാണെന്ന ഭാവത്തിൽ ഓവറായി സീൻ എടുത്തുണ്ട്. അതുകൊണ്ട് താഴത്തെ ബെഡ് ഞാൻ എടുക്കുന്നു, റോഹൻ നീ മുകളിലത്തെ ബെഡ് എടുത്തോ എന്ന് പറയുമ്പോൾ റോഹൻ എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്യുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവൻ കിടക്കുന്ന ബെഡിൽ റോഹൻ ദേശ്പാണ്ഡെ എന്നൊരു പേരും ഒട്ടിച്ചു വെക്കുന്നു. എന്തിനാണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചതിന്, എന്റെ സാധനങ്ങളിലെല്ലാം ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കും എന്ന് നായികയുടെ മകനായ റോഹൻ പറയുന്നു. ഇതൊക്കെ നായകന്റെ മകന്റെ പുതിയ കാര്യങ്ങളാണ്. അതിനുശേഷം സൈറ്റ് സീയിങ് കാണാനും ഇവർ കുടുംബമായി പുറപ്പെടുകയാണ്. അങ്ങനെ 4 പേരും സന്തോഷത്തോടെ കളിക്കുന്നു. എന്നാലും നായികയുടെ മകൻ റോഹൻ ഇവരുമായി, അതായത് പുതുതായി വന്ന സതീഷിനോടും അവന്റെ മകനോടും അത്ര അടുക്കുന്നില്ല. ക്യാമ്പ് ഫയറിലിരുന്ന് ഇവർ 4 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക സ്വന്തം മകൻ റോഹനോട്, ഇനി മുതൽ സതീഷിനെ നീ അങ്കിൾ എന്ന് വിളിക്കരുത്, അച്ഛൻ എന്ന് വിളിക്കണം എന്ന് പറയുന്നു. എന്തിനാ ഇയാളെ ഞാൻ അച്ഛൻ എന്ന് വിളിക്കുന്നത്, എനിക്ക് അച്ഛനുണ്ടല്ലോ എന്ന് റോഹൻ പറയാണ്. അതല്ലടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇയാളാണ് നിന്റെ പുതിയ അച്ഛൻ എന്ന് പറയുമ്പോഴും റോഹൻ അങ്ങനെ വിളിക്കാൻ വിസമ്മതിക്കുന്നു. നമ്മളെല്ലാം ഒരേ വീട്ടിൽ ജീവിക്കാൻ പോവുകയാണ്, ഇങ്ങനെയൊന്നും വാശി പിടിക്കരുത് എന്ന് പറഞ്ഞതിന്, ഞാൻ ഹോസ്റ്റലിലല്ലേ അമ്മേ നിൽക്കാൻ പോകുന്നത്, നിങ്ങളല്ലേ ഒരേ വീട്ടിൽ ജീവിക്കാൻ പോകുന്നത് എന്ന് റോഹൻ മുഖത്തടിച്ചതുപോലെ സംസാരിക്കുന്നു. ഇതൊക്കെ നായികയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും റോഹന് നമ്മുടെ 2ാമത്തെ വിവാഹം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു എന്നവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായകനും നായികയും രാത്രി അവരുടെ റൂമിലാണ്. മറ്റൊരു വശത്ത് റോഹനും നായകന്റെ മകനും അവരുടെ റൂമിലാണ്. അപ്പോഴാണ് നായകന്റെ മകൻ ചോദിക്കുന്നത്, എൻ്റെ അച്ഛനും നിന്റെ അമ്മയും ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, കുട്ടികളെ വേറെ റൂമിൽ കിടത്തിയിട്ട് അവർ ചുംബിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ റോഹന് വല്ലാതെ ആവുന്നുണ്ട്. വാ, ഇപ്പൊ തന്നെ പോയി അവരെന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് 2 പേരും എതിരെയുള്ള ആ റൂമിൽ വന്ന് മുട്ടുകയാണ്. ഇപ്പോൾ നായികയും നായകനും പേടിച്ചു പോകുന്നുണ്ട്. വാതിൽ തുറന്നു നോക്കി എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നായകന്റെ മകൻ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെയാണ് കിടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ റൂമിലേക്ക് ഓടിക്കയറുന്നു. നായകൻ, നീ ഇങ്ങോട്ടേക്ക് വന്നാൽ റോഹൻ എങ്ങനെ ഒറ്റയ്ക്ക് കിടക്കും എന്ന് ചോദിക്കുമ്പോൾ റോഹനും ഇവിടെ തന്നെ കിടക്കാൻ പോകുന്നു എന്ന് അവൻ പറയാണ്. ഇപ്പോൾ നായികയും സ്വന്തം മകൻ റോഹനെ റൂമിലേക്ക് വിളിക്കുന്നു. എന്നാൽ റോഹൻ, ഇല്ലമ്മേ, നിങ്ങൾ 3 പേരും ഒന്നിച്ച് കിടന്നോളൂ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം റൂമിൽ പോയി ഒറ്റയ്ക്ക് കിടക്കുന്നു. അതും നായികയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷമത്തോടെയാണ് നായിക ഓരോ ദിവസവും എങ്ങനെയെങ്കിലും തന്റെ മകൻ താൻ ചെയ്യാൻ പോകുന്ന പുതിയ വിവാഹം അംഗീകരിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒരു ദിവസം പെട്ടെന്ന് റോഹനും നായകന്റെ മകനുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെസ് ഗെയിമിൽ നായകന്റെ മകൻ വിജയിക്കുന്നു. അവൻ സ്കൂളിൽ നിന്ന് വാങ്ങിയ കപ്പ് എടുത്തുകൊണ്ട് വന്ന് നായകന്റെ മകന് കൊടുക്കുന്നു. അത് നായകന്റെ മകൻ വാങ്ങുകയും ചെയ്യുന്നു. ഇതൊക്കെ നായകനും നായികയും കാണുന്നുണ്ട്. അവർക്കും വലിയ സന്തോഷം. കുഴപ്പമില്ല, റോഹൻ കുറച്ചായി മാറാൻ തുടങ്ങുന്നുണ്ട് എന്ന് നായിക വിചാരിക്കുമ്പോഴാണ് നായകന്റെ മകൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഈ റോഹൻ അവന്റെ സാധനങ്ങളിലെല്ലാം സ്വന്തം പേര് എഴുതിയൊരു സ്റ്റിക്കർ ഒട്ടിക്കുമല്ലോ. അങ്ങനെ ആ സ്റ്റിക്കറുകൾ അവൻ പറിച്ചെടുക്കാൻ തുടങ്ങുന്നു. എന്തിനാണ് ഇങ്ങനെ വലിച്ചു കയറുന്നത് എന്ന് ചോദിച്ചതിന്, അതെന്താ നിന്റെ പേരിന് പിന്നിൽ ദേശ്പാണ്ഡെ എന്ന പേര്, നീ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പുതിയ മകനായല്ലോ, എൻ്റെ അച്ഛൻ്റെ ഫാമിലി പേര് നീ വെക്കണം, ഈ ദേശ്പാണ്ഡെ എന്നൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വഴക്കിടുന്നു. ഇതിൽ റോഹന് വല്ലാതെ വിഷമാവുന്നുണ്ട്. കുറച്ച് നടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ആ കുടുംബത്തിൽ നിന്ന് റോഹൻ അകന്നു നിൽക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന നായികയും വളരെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നായകനും അടുത്ത് വന്നിട്ട്, ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ടല്ലോ, കുറച്ചായി കുട്ടികൾ മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ രാത്രി റോഹൻ അവൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അവൻ്റെ ബെഡിൽ നായകൻ്റെ മകൻ കിടക്കുകയാണ്. നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്, നീ താഴെയല്ലേ കിടക്കാറ് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇനി മുതൽ ഞാനാണ് ഇവിടെ മുകളിൽ കിടക്കാൻ പോകുന്നത് എന്ന് നായകന്റെ മകൻ പറയുന്നു.
റോഹൻ മിണ്ടാതെ താഴെ വന്ന് കിടക്കുകയും അവിടെ ആ ബെഡിലും സ്വന്തം പേര് സ്റ്റിക്കറായി ഒട്ടിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന നായകന്റെ മകന് ദേഷ്യം വന്ന് ആ സ്റ്റിക്കർ പിച്ചി മാറ്റുന്നു. ഇപ്പോൾ റോഹൻ വീണ്ടും സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. അതും നായകന്റെ മകൻ പിച്ചിയെടുക്കുമ്പോൾ ഇതിനു മുകളിൽ റോഹൻ ഈ അപമാനം സഹിക്കാൻ കഴിയുന്നില്ല. ശരി, ഇവിടെ നീ തന്നെ നിന്നോ എന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്ന് തന്നെ റോഹൻ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ആ മലയോര പ്രദേശത്ത് ഒരുപാട് സന്യാസിമാരൊക്കെ നടന്നു പോകുന്നത് റോഹൻ കാണുന്നു. ഇപ്പോൾ അവർ ആ സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ കട്ട് ചെയ്താൽ അടുത്ത ദിവസം രാവിലെ ആവുന്നു. നായികയും ഉറക്കമുണർന്ന് നോക്കുകയാണ്. റൂമിൽ കിടന്ന സ്വന്തം മകൻ റോഹനെ കാണാനില്ല. അവരോടി പോവാണ്. നായകനോടും ആ വിവരം പറയുന്നു. ഇപ്പോൾ നായകനും സ്വന്തം മകനെ അടിക്കുന്നുണ്ട്. എന്താടാ ചെയ്തത്? അവനോട് എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നത്? ഇപ്പോൾ ആ പയ്യൻ പോയില്ലേ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും അന്വേഷിക്കുകയാണ്. നായിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്വേഷിക്കുന്നു. എങ്ങനെയോ നായിക ഒരു ബുദ്ധക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ രോഹൻ ഇരിക്കുന്നത് കാണുന്നു. നായിക അവനെ കെട്ടിപ്പിടിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ശരി വാടാ, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം എന്ന് പറഞ്ഞ് ഇപ്പോൾ നായകനോടും ഈ ട്രിപ്പ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം മകനെയും കൂട്ടി ആ സ്ഥലത്ത് നിന്ന് അവർ മടങ്ങുന്നു. ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് നായിക വന്ന ഉടനെ അതുവരെ മിണ്ടാതിരുന്ന രോഹൻ അമ്മൂമ്മയെ കണ്ടതും അമ്മൂമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. ഇതിൽ നിന്ന് രോഹൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ നായിക ഒരു ചോദ്യവുമായി തന്നെയാണ് കഴിയുന്നത്. നമ്മൾ രണ്ടാമതൊരു വിവാഹം കഴിക്കണോ? ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്രമാത്രം വഴക്കുണ്ടായി. അപ്പോൾ വിവാഹം കഴിച്ച് ഒന്നായാൽ നമ്മൾ എങ്ങനെ സ്വന്തം മകനെ നോക്കി ഭർത്താവിനോടൊപ്പം സന്തോഷമായിരിക്കും? അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കാര്യം അവർ കാമുകൻ സതീഷിനോടും സംസാരിക്കുന്നു. സതീഷ് പറയുന്നുണ്ട്, നീ എല്ലാത്തിനെയും വലുതായി ചിന്തിക്കുകയാണ്, ഭാവിയെ ഓർത്ത് പേടിക്കുകയാണ്. ഒരു പക്ഷേ വഴക്കിട്ടാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നീ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു വഴക്കും വരില്ല, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് എത്ര പറഞ്ഞിട്ടും നായിക സമാധാനിക്കാൻ തയ്യാറാവുന്നില്ല. നിന്റെ മകന്റെ പേരിന് പിന്നിൽ ദേശ്പാണ്ഡെ എന്ന് നിന്റെ പഴയ ഭർത്താവിന്റെ പേരുണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റിക്കളഞ്ഞേക്ക്. അതിനെപ്പറ്റി നിന്റെ ഭർത്താവിനോട് പോയി സംസാരിക്കാലോ എന്ന് പറഞ്ഞ് സതീഷ് നായികയോട് പറയുന്നു. എന്നാൽ നായിക, അയാൾ സാധാരണ ആളല്ല, അയാളോട് പോയി സംസാരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അയാൾ ഒട്ടും മനസ്സിലാക്കില്ല, വളരെ പുച്ഛത്തോടെയാണ് പെരുമാറുക. അതുകൊണ്ടാണ് അയാളെ പിരിഞ്ഞു വന്ന് ഇപ്പോൾ സന്തോഷമായിരിക്കുന്നത്. ഇപ്പോൾ ആ പേരുള്ളതുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ച് സതീഷുമായി അവർ വഴക്കിടുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നായിക എന്തിനാണ് ആദ്യ ഭർത്താവിനെ പിരിഞ്ഞതെന്നും അവർക്കിടയിലെ വഴക്ക് എന്തായിരുന്നു എന്നും കാണിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് പല സ്വപ്നങ്ങളോടെയാണ് നായിക തന്റെ ഭർത്താവായ ദേശ്പാണ്ഡെയുടെ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ദേശ്പാണ്ഡെ ഭയങ്കര അലസനായിരുന്നു. ഒരു ബഡ്ജറ്റ് ആയിട്ട് മാത്രമേ അയാൾ ജീവിക്കൂ. നായികയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ജോലിക്ക് പോകണം, പുറത്തു പോകണം, ടൂറ് പോകണം എന്നൊക്കെ വിചാരിക്കും. എന്നാൽ വിവാഹം കഴിഞ്ഞ് 3-4 വർഷം ആ വീട് വിട്ട് നായിക പുറത്തു പോകാത്ത രീതിയിലാണ് ഭർത്താവ് നോക്കിയത്. നിനക്കിപ്പോൾ ഊട്ടി പോകണം, കൊടൈക്കനാൽ പോകണം, കടൽ കാണണം എന്നൊക്കെ തോന്നിയ TV-യിൽ യൂട്യൂബിൽ ഇതൊക്കെ കണ്ടോ? അതും അല്ലെങ്കിൽ ഈ വാതിൽ തുറന്ന് ഈ ജനാലയിലൂടെ പുറം ലോകം കാണാം. ഇതാ ടെലസ്കോപ്പ് ഒക്കെ ഉണ്ട്, നിനക്ക് ആകാശം വരെ കാണാം, ചന്ദ്രനിൽ വരെ പോവാം, എന്ത് വേണമെങ്കിലും ഈ റൂമിലിരുന്ന് ചെയ്തോ എന്നയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നായികയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട്. ഇതൊക്കെ പോട്ടെ, അയാൾ പൊതുസ്ഥലത്ത് പോലും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഒരു ദിവസം ഇവർ പുറത്തു പോയിട്ട് ഒരു ഓട്ടോയിൽ വരികയാണ്. അങ്ങനെ ആ ഓട്ടോയിൽ വന്നതിന് 58 രൂപയായി. എന്നാൽ 60 രൂപ ആ ഓട്ടോക്കാരൻ വാങ്ങുന്നു. ബാക്കി 2 രൂപ എവിടെയെന്ന് ഈ ദേശ്പാണ്ഡെ ചോദിക്കുമ്പോൾ ചില്ലറയില്ലെന്ന് ഓട്ടോക്കാരൻ പറയാണ്. ഉടനെ ദേശ്പാണ്ഡെ, അതൊന്നും പറ്റില്ല, എന്നെ വെച്ചൊരു റൗണ്ട് അടിക്കുക, അതിൽ ഈ 2 രൂപ ഞാൻ കുറച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ റൗണ്ട് അടിക്കാൻ പറയുന്നു. അങ്ങനെ നായികയെ ഇറക്കി വിട്ട് അയാൾ ആ ഓട്ടോയിൽ റൗണ്ട് പോകുന്നതും അതിനുശേഷം ഓട്ടോക്കാരൻ ദേശ്പാണ്ഡെയെ മോശമായി ചീത്ത വിളിച്ചിട്ട് പോകുന്നതും കണ്ട് നായിക ചിരിക്കുന്നു. അവൻ എന്നെ ചീത്ത വിളിച്ചിട്ട് പോകുമ്പോൾ നീ ചിരിക്കുന്നോ എന്ന് ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് വീണ്ടും നായിക അയാളെ ഉപദ്രവിക്കുന്നു. ഇപ്പോൾ മൂന്നാമതായി മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ദേശ്പാണ്ഡെ കുറച്ചായി തടി വെച്ച് വരുന്നത് കൊണ്ട് നായിക ഫിറ്റ് ആയിരിക്കണം എന്ന് കരുതാണ്. സ്വന്തം ഭർത്താവിനെയും കൂട്ടി ജോഗിങ്ങിന് പോകുന്നു. ഒരു മലയുടെ മുകളിൽ പോകണം, എന്നാൽ അയാൾക്ക് ഓടാൻ കഴിയില്ല. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ അയച്ചിട്ട് അയാൾ ഒരു ഐസ്ക്രീം കടയിലിരുന്ന് അവിടെ ജോഗിങ് പോകുന്നവരെയൊക്കെ വിളിച്ച്, നീ ഇപ്പൊ എന്തിനാ ജോഗിങ്ങിന് പോകുന്നത്? തടി കുറയ്ക്കണം, കുറച്ച് ഭംഗിയാവണം. ഇപ്പൊ ഭംഗിയായിട്ട് നീ എന്താ സൗന്ദര്യ മത്സരത്തിന് പോകാൻ പോവാണോ? ഇത് ഐസ്ക്രീം കഴിച്ച് ഇഷ്ടമുള്ളതുപോലെ ജീവിക്ക് എന്ന് പറഞ്ഞ് അവിടെ ജോഗിങ് പോകുന്നവരെയൊക്കെ വിളിച്ച് ഇയാൾ ശല്യം ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഭാര്യയ്ക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. ഇതെല്ലാം സ്വന്തം അമ്മയോട് വന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നായികയുടെ അമ്മ, ഈ ഒരു ഭർത്താവിനോടൊപ്പം തന്നെ നീ ജീവിക്കണം, ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, എതിർത്ത് സംസാരിക്കരുത്, വഴക്കിടരുത്, പിരിയരുത് എന്നൊക്കെ പറഞ്ഞ് ഈ പഴയ ഫോർമുല തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നായികയ്ക്ക് ഒരു കുട്ടി ജനിച്ചത് കൊണ്ട് ഡിവോഴ്സ് ഒക്കെ വാങ്ങുന്നത് നരകത്തിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. എന്നാൽ നായിക പഠിച്ച പെൺകുട്ടി ആയതുകൊണ്ടും ഇങ്ങനെ ഒരാളോടൊപ്പം ജീവിച്ച് ജീവിതം നശിപ്പിക്കാൻ കഴിയില്ലെന്നതുകൊണ്ടും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഡിവോഴ്സ് വാങ്ങിയത്. ഇപ്പോൾ ഈ കഥകളെല്ലാം അവിടെ സ്വന്തം വീട്ടുജോലിക്കാരിയോടും കൂട്ടുകാരിയോടും പറഞ്ഞ് നായിക കരയാണ്.
അങ്ങനെ പല വർഷം ഞാനൊരു സിംഗിൾ മദറായി നിന്നാണ് എൻ്റെ മകനെ വളർത്തിയത്. എന്നാൽ എനിക്കുള്ളിലും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ, അതും എനിക്കിഷ്ടമുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെന്ന്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് സതീഷ് വന്നത് എന്ന് പറഞ്ഞ് ആ കഥയിലേക്ക് പോകുന്നു. നായിക ആ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറിയതിനു ശേഷം ഒരുപാട് പാർട്ടികൾക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പലരുമായി അവർക്ക് പരിചയമുണ്ടാവുകയും അതിലാണ് സതീഷിനെ ആദ്യം കാണുകയും ചെയ്തത്. ആ സതീഷിനെ നായികയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഓഫീസിൽ പെൺകുട്ടികൾ പാർട്ടിക്ക് പോയാലോ മോഡേൺ ഡ്രസ്സ് ഇട്ടാലോ മറ്റു പുരുഷന്മാരൊക്കെ വളരെ മോശമായി സംസാരിക്കും. സ്ത്രീകളുടെ സ്വഭാവത്തെ തന്നെ അവർ ചോദ്യം ചെയ്യും. എന്നാൽ സതീഷ് മാത്രമാണ് അവർക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ സാധാരണ കാര്യമാണെന്ന് അവൻ പറയും. ഇതൊക്കെ കണ്ടാണ് നായിക സതീഷിനെ മനസ്സിലാക്കി അവനുമായി പ്രണയത്തിലായത്. അതിനുശേഷമാണ് സതീഷിനും വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ കാര്യം അറിയുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും പ്രണയിച്ച് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇത്രത്തോളം എത്തി. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരികയാണ്. നമ്മുടെ നായിക സ്വന്തം വീട്ടിലേക്ക് തിരികെ വരുന്നു. സ്വന്തം മകനെ വീണ്ടും സ്കൂളിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കണമല്ലോ. അതിനായി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോഴാണ് മകന്റെ ബാഗിൽ ചില ഫോട്ടോസ് നായിക കാണുന്നത്. അത് നമ്മുടെ നായിക അവളുടെ പഴയ ഭർത്താവായ ദേശ്പാണ്ഡെയുടെയും മകന്റെയും ഒപ്പം നിൽക്കുന്ന ഫോട്ടോകളാണ്. അത് കാണുമ്പോൾ നായികയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. നമ്മൾ ആദ്യ ഭർത്താവിനെ മറന്നെങ്കിലും നമ്മുടെ മകൻ ഇപ്പോഴും അയാളെ മറന്നിട്ടില്ല. ഞാൻ അയാളോടൊപ്പം ചേർന്ന് ജീവിച്ചാലേ എൻ്റെ മോൻ സന്തോഷത്തോടെ ഇരിക്കൂ എന്നവൾ കരുതാണ്. അതുകൊണ്ടാണ് അവന് സതീഷിനെ ഒട്ടും ഇഷ്ടപ്പെടാത്തത് എന്ന് നായിക മനസ്സിലാക്കുന്നു. ഇപ്പോൾ നായികയുടെ അമ്മയും അവിടെ വന്നിട്ട്, ഇത് തന്നെയല്ല ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, നീ സ്വാർത്ഥമായി വിവാഹത്തിന് ശേഷം നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. എന്നാൽ നിനക്കൊരു മകനുണ്ട്, അതിനെക്കുറിച്ച് നീ ചിന്തിച്ചില്ല. നിങ്ങൾ രണ്ടുപേരെയും പിരിയുന്നത് വഴി അവന്റെ സ്വഭാവം മാറാം. അതിനുശേഷം അവന്റെ ജീവിതം തന്നെ ചോദ്യചിഹ്നമാവും. അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നേരിടേണ്ടി വരും. അതുമാത്രമല്ല, അവൻ ഹോസ്റ്റലിലായതുകൊണ്ട് അതിൽ നിന്ന് കരകയറാൻ അവൻ ബുദ്ധിമുട്ടും. അതും നീ വേറൊരു കല്യാണം കഴിക്കുന്നത് അവന് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാണ് ഇത്രയും പറഞ്ഞത് എന്ന് അവിടെ അവർ പറയുമ്പോൾ നായികയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വീണ്ടും സതീഷിന്റെ വീട്ടിലേക്ക് തന്നെ നായിക മകനെയും കൂട്ടി പോവാണ്. മുൻപ് നടന്നതെല്ലാം മറന്ന് നായികയുടെ മകനും സതീഷിന്റെ മകനോടൊപ്പം ചേർന്ന് കളിക്കുകയാണ്. അപ്പോഴാണ് സതീഷ് ചോദിക്കുന്നത്, ജയ, നീ എത്ര കാലം ഇങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയാതെ നമ്മുടെ വിവാഹം മാറ്റി വെച്ചോണ്ടിരിക്കും? എന്ത് ചെയ്യാനാ, മകൻ മാറണമല്ലോ. മകൻ ഇഷ്ടപ്പെടാതെ എനിക്ക് സ്വന്തമായി മറ്റൊരു ജീവിതം തുടങ്ങാൻ കഴിയില്ല. ഞാൻ നിന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു. എനിക്കിപ്പോൾ തന്നെ നിന്നെ വിവാഹം കഴിക്കാനാണ് തോന്നുന്നത്. പക്ഷെ മകൻ വളരെ ചിന്തയിലാണല്ലോ എന്ന് നായിക അവിടെ പറയാണ്. ഇപ്പോൾ അവിടെ നായകന് ദേഷ്യം വരുന്നുണ്ട്. എന്താ വെറുതെ മകൻ മകൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഞാൻ മുഖ്യല്ലേ? നിന്റെ മകൻ ഹോസ്റ്റലിലല്ലേ പഠിക്കാൻ പോകുന്നത്? എങ്ങനെയോ മാസത്തിൽ ഒരിക്കൽ വന്നു പോകുന്നവന് വേണ്ടി എന്തിനാ നീ ഇത്ര ഫീൽ ചെയ്യുന്നത്? നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ സൗന്ദര്യത്തിനും എൻ്റെ കഴിവിനും ഇവിടെ ക്യൂവിൽ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്, അതും സുന്ദരികളായ പെൺകുട്ടികൾ. അവരിൽ ആരെങ്കിലും ഞാൻ തിരഞ്ഞെടുക്കും എന്നയാൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നായികയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട്. അപ്പോഴാണ് അവിടെ സതീഷിന്റെ തനി നിറം അവർ മനസ്സിലാക്കുന്നത്. മകനെ ഇനി സ്കൂളിൽ കൊണ്ടുവന്നാക്കണമല്ലോ. അങ്ങനെ സ്കൂളിൽ കൊണ്ടുവന്ന് മകനെ വിടുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമാണ് തോന്നുന്നത്. മിണ്ടാതെ നമുക്ക് പഴയ ഭർത്താവിനെ തന്നെ പോയി കാണാമെന്ന് അവർ ചിന്തിക്കുന്നു. അന്ന് രാത്രി സ്വന്തം മകനോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ തനിക്ക് സംഭവിച്ചതെല്ലാം ഓർത്ത് അവരും കരയാണ്. അതെല്ലാം നായികയുടെ മകനും ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയോട് കരയരുതെന്ന് പറയാൻ അവന്റെ ഈഗോ അനുവദിക്കുന്നില്ല. അവിടെ രണ്ടുപേരും മിണ്ടാതെ ഉറങ്ങുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ നായിക അവരുടെ എക്സ് ഹസ്ബൻഡായ ദേശ്പാണ്ഡെയെ കാണാൻ വരികയാണ്. ദേശ്പാണ്ഡെയും, എന്താ ഈ വഴിക്ക്? നമുക്ക് ഡിവോഴ്സ് ആയതല്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നമുക്ക് വീണ്ടും വിവാഹം കഴിക്കാം എന്ന് നായിക ദേശ്പാണ്ഡെയോട് ചോദിക്കുന്നു. എന്തിനാ വിവാഹം കഴിക്കുന്നത്? അല്ല, മകനെപ്പോഴും നമ്മളെ രണ്ടുപേരെയും ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന് സന്തോഷമായിരിക്കാൻ കഴിയുന്നില്ല. അവന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്ന് നായിക ചോദിക്കുകയാണ്. എന്നാൽ ദേശ്പാണ്ഡെക്ക് ചിരിയാണ് വരുന്നത്. എനിക്ക് നിന്നെ പോലൊരു പെൺകുട്ടിയെ വീണ്ടും വിവാഹം കഴിക്കാൻ കഴിയില്ല. അതിന് 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം, ഞാൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം നീ മറ്റൊരു പുരുഷനോടൊപ്പം ഒരുമിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം, ഞാൻ വീണ്ടും വിവാഹം കഴിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എനിക്കൊരു ഫ്രഷ് ആയ പെൺകുട്ടിയെ വേണം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഫ്രഷ് ആയ പെൺകുട്ടി എന്ന് എന്താണ് അർത്ഥമാക്കുന്നതെന്ന്? അങ്ങനെയുള്ള പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് അയാൾ ചിരിക്കുമ്പോൾ ഇത് നായികയ്ക്ക് വീണ്ടും അല്ലാതാവുന്നു. കാരണം ഡിവോഴ്സ് ആയതിനു ശേഷം ഇത്ര കാലമായിട്ടും രണ്ടുപേരുടെയും മകനായിരുന്നിട്ടും ഒരു തവണ പോലും ഈ ദേശ്പാണ്ഡെ മകനെ കണ്ടിട്ടില്ല. അമ്മയിലൂടെയാണ് ആ മകൻ വളർന്നത്. ഇപ്പോൾ വീണ്ടും ഇയാൾ ഇത്രയും വില കുറച്ച് സംസാരിച്ചതിന് ശേഷം നായിക അവിടെ ഒരു തീരുമാനം എടുക്കുന്നു. ഇവിടെയുള്ള എല്ലാ പുരുഷന്മാരും അവരുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം ഒരേപോലെയാണ് പെരുമാറുന്നത് എന്ന് പുരുഷന്മാരെ കുറിച്ച് നായിക അവിടെ മനസ്സിലാക്കുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ നായിക അവിടെ ഒരു പള്ളിയിൽ സ്വന്തം മകൻ പിയാനോ വായിക്കുന്നത് കാണാൻ വന്നിരിക്കുകയാണ്. അവൻ വളരെ മനോഹരമായി വായിക്കുന്നുണ്ട്. അവിടെയുള്ള ഫാദർ വരെ നായികയുടെ മകനെ അഭിനന്ദിക്കുന്നു. അത് കണ്ട് നായിക വളരെ ഇമോഷണൽ ആവുന്നു. അതിനുശേഷം മകനെയും അവിടെ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഐസ്ക്രീം കഴിക്കുന്നോടാ എന്ന് ചോദിച്ച് കഴിക്കാം അമ്മേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു ഐസ്ക്രീം വാങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് നായികയ്ക്ക് കാമുകനായ സതീഷിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. എന്താ ജയ, തീരുമാനിച്ചോ നമ്മൾ എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സതീഷ്, നിനക്ക് ഒരുപാട് പെൺകുട്ടികൾ ക്യൂ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഒരു കാര്യം ചെയ്യ്, അവരെ തന്നെ വിവാഹം കഴിച്ചോ. എനിക്കിനി മറ്റൊരു പുരുഷന്റെയും ആവശ്യമില്ല. എനിക്കിത് കിട്ടിയത് തന്നെ മതി.
നമുക്കിടയിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ആ ഫോൺ വെക്കുന്നു. എന്നിട്ട് മകനെ നോക്കിയിട്ട്, മോനെ, ഇനി മുതൽ നമ്മൾ രണ്ടുപേരും മാത്രം ഒന്നിച്ച് ജീവിക്കാൻ പോവാണ്. ഇനി മുതൽ ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആയി നിന്നെ വളർത്താൻ പോവാണ്. നീ ഇനി മുതൽ ഹോസ്റ്റലിലൊന്നും നിൽക്കണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒന്നിച്ച് കഴിയാം എന്ന് പറഞ്ഞ് സ്വന്തം മകനോടൊപ്പം അവിടെ സന്തോഷത്തോടെ ഡാൻസ് കളിച്ച് നായിക വീട്ടിലേക്ക് പോകുന്നതോടെ ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്ത് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.